വ്യത്യാസം കൂടാതെ വന്നിപ്പാനും നിന്നെ പ്രസവിച്ച മറിയാമിനോട് അവസാനമില്ലാതെ സന്തോഷിക്കുവാനും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് തന്നെ ഉണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചിടണമേ. എന്റെ പാപങ്ങൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, പാത്രങ്ങളെ ഞാൻ ചെയ്തു. അതിന്റെ നീതീകരിക്കപ്പെട്ടേ ന്യായത്തിലേക്ക് ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാവങ്ങൾ എന്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു അറിയിച്ചു. ഞാൻ വെടിപ്പാക്കപ്പെടും, നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം ധരിച്ച് എന്റെ കുളൊക്കെ മായ്ച്ചിടണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. എന്നാലോ നിന്റെ അന്തരക്ഷ എനിക്ക് ചേരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാണമേ. അപ്പോൾ ഞാൻ നിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കുമ്പോൾ അവയിലെങ്കിലേക്ക് തിരിയുകയും ചെയ്യും. ഹോമനിർപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിരസിക്കുന്നില്ല. അപ്പോൾ നീതിപരളും ഹോമപരളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ കന്യകയാം മാതാവിൻ ബൃതമുദ്ര ക്യൂനമതന്നെ ജാതം ചെയ്തു. നേ ദേവാ ദയ ചെയ്തിടണമേ. കാഴ്ചകളാൽ ജ്ഞാനികൾ മാനിച്ചോനെ, ആട്ടിടയന്മാർ നദിയർപ്പിച്ചോനെ. ദേവാ ദയ ചെയ്തിടണമേ. ഞങ്ങൾക്കായി കൃപയാൽ ശിശുവായോനെ ബേദലഹേമിൽപ്പിച്ച നടന്നു. നേ ദേവാ ദയ ചെയ്തിടണമേ. കൃപയാൽ ജാതാ ഗുഹയിലമർന്നോനെ, പാഴ്ത്തുണിയാലെ പൊതിയപ്പെട്ടോനെ. ദേവാ ദയ ചെയ്തിടണമേ. ശാശ്വതരാജനകനിൽ നിന്നു ജനിച്ചു, കാലത്തികവിൽ ദാവീദിൽ ദേവാ ദയ ചെയ്തിടണമേ. നിജമാകും മാന്യതയെ വന്നീപ്പാൻ വിദ്വാൻമാരെ ആകർഷിച്ചോനെ. ദേവാ ദയ ചെയ്തിടണമേ. വാഴ്വുടയോൻ മാനവവാനോരേത്തൻ ജനനദിനത്തിൽ സന്തോഷിപ്പിച്ചോൻ. ദേവാ ദയ ചെയ്തിടണമേ. ബാറക്കുമോ ോലം വാദാമുൽവോലം വൽമീനാമീൻ. സ്തുതിയൊടുക്കോ പുക നരരേ ജനനാൽബി. വാർച്ചനയേതും വീണ്ടൊരു സുതനെ നാം. ദേവാ ദയ ചെയ്തിടണമേ. ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് നീ ഉത്തരം വിളിച്ചേണമേ. എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ. പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കാവൽക്കാരനെയും സൂക്ഷിപ്പാരനെയും നിയമിക്കണമേ. മനുഷ്യരോട് ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ അതിലേക്ക് ഒഴിപ്പിക്കരുത്. എന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നുവല്ലോ.
അവിടെ ന്യായാധിപന്മാർ പാറയാൽ തറയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴപ്പമില്ലാതെ ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽ അവർ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ, എന്റെ കണ്ണുകൾ നിന്നിലേക്ക് ഞാൻ ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറിച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ കരുണിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകട്ടെ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിലെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ നിനക്ക് അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ എന്റെ ഓടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പട വഴിക്കായി കണികൾ മറിച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നതിനെല്ലാം നീണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല. കർത്താവെ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ള പ്രദേശത്തെ എന്റെ ഓഹരിയുമാകുന്നു ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവർ എന്നെക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാലഘട്ടത്തിനമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനങ്ങൾക്ക് വിളക്കും എന്നുകൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതി ലവിതലെ ആരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, ഇതിന് വനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായന ഇഷ്ടപ്പെടണമേ. നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ആത്മാവിലായപ്പോൾ നിലവിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കണികൾ വെച്ചു, എന്നാൽ ഞാൻ നിന്റെ കൽപ്പനകൾ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യം നീക്കും അവകാശപ്പെടുത്തി. എന്തെന്നാൽ ഹൃദയത്തിനാകുന്നു നിന്റെ കൽപ്പനകൾ ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയം തിരിച്ചു. അതിൽ വേർത്താവനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീ കർത്താവാകുന്നു. ദൈവമേ, പ്രാചിയിൽ നിന്നെത്തി ജ്ഞാനികളവനെ മാനിപ്പാൻ. രാജവാജാതം ചെയ്തോരങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വടങ്ങി സാഷ്ടാംഗം. ജാതം ചെയ്ത നൃപൻ ബേദലഹേമിലിത ഭാസുരമാം താരം സൂരികളെ അറിയിച്ചേവം. പൈതലിവൻ തന്നെ, കതിരുമിവൻ തന്നെ, നാഥനിവൻ തന്നെ, സർവേശൻ ദൈവം തന്നെ. ബേദലഹേം ഗുഹയിൽ ചെന്നത് ദർശിച്ചു. പൈതലിനോടൊപ്പം മാതാവ മറിയാം തന്നെ അവതാരം ചെയ്തോരഖിലേശൻ പേർക്കായി കാദീശ് കാദീശെന്നർക്കും ദൂതന്മാരെയോ. കീറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ പാൽ നുകരും നയ്യോ ലോകമഹോന്നത ദേവേശൻ. തലമുറകളിൽ മുമ്പൻ ശിശുപോൽ കരയുന്നു. ഭൂതലജാതികളെ വന്നു വണങ്ങിൻ സാഷ്ടാംഗം. എത്ര മനോഹരമാം ബേദലഹേ ഗുഹയിൽ ഈറയരും നരരും പാടിയ മോഹന സംഗീതം. വിസ്മിതയായി മറിയാം ഭ്രമമാർന്നു യൗസേപ്പ്. കീർത്തിതനായി പുത്രൻ വന്നു വണങ്ങി സാഷ്ടാംഗം. ഇന്നാൾ ദൈവത്തിൻ നന്ദന ജനനദിനെ വാനവദൂതഗണം വിസ്മയകരഗീതം പാടി. സ്തുതിദേവനുവാനിൽ ക്ഷിതി തന്നിൽ ശാന്തി. മാനവനുത്തമന ശരണവുമെന്നുദ്ഘോഷിച്ചു. ബാറക്കുമോർ മെൻവോലം വാദാമുൽ വോലം വൽമീനാമീൻ.
ഗുഹയിൽ ജനിച്ചോരാം സുതരായി സ്തുതി പാടി മാലാഖമാരോടാട്ടിടയരുമീറേന്മാരും തിരുവവതാരത്താൽ വിടുതൽ നൽകുകയാൽ ആഘോഷാർഹതയോടവനെ സ്തുതിയാൽ വന്ദിക്കാം. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും അനുഗ്രഹവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ ഏറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. പറയ്ക്കുമോ സ്വകീയമായ നിത്യതയുടെ മഹാവിശുദ്ധ സ്ഥലത്ത് സ്വപിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടെ കാദേശ് പാടി സ്തുതിക്കപ്പെടുന്ന വിശുദ്ധനും നീതിപൂർവം കന്യകയുടെ നിർമ്മലമായ ഗർഭപാത്രത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് അതിലിറങ്ങി വസിച്ച് ഹീനാവസ്ഥയിൽ യഹൂദിലെ ബേത്ലഹേമിൽ വെച്ച് അവളിൽ നിന്ന് ജാതനായവനും പഴന്തുണികളാൽ ആവരണം ചെയ്യപ്പെട്ട് കരുണാപുരസരം ഒരു ദരിദ്രനെ പോലെ ആ ചെറിയ ഗുഹയിൽ മൃഗങ്ങളുടെ പുൽത്തൊട്ടിയിൽ കിടന്ന സമ്പന്നനും ഒരു ശിശുവിനെ പോലെ മനുഷ്യപുത്രിയുടെ മാർവിൽ നിന്ന് പാൽ കുടിച്ച് ആനന്ദിച്ചവനായി തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ ലോകത്തെ സംരക്ഷിക്കുന്നവനും തന്നെ വന്ദിക്കുവാനായി മികോശന്മാരെ അവരുടെ ദേശത്ത് നിന്ന് നക്ഷത്രം മുഖാന്തരം ആകർഷിക്കുകയും അവർ സമ്മാനങ്ങളും കാഴ്ചകളും കൊണ്ട് തന്റെ ജന്മദിനത്തെ ബഹുമാനിക്കുകയും ചെയ്ത അദൃശ്യനും ശ്രേഷ്ഠനുമായവന് സ്തുതി. തനിക്ക് ജനന പെരുന്നാളിന്റെ സന്ധ്യ നമസ്കാരത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ തിന്മകൾ ക്ഷമിച്ചു മായ്ച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകി നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂരസ്ബാൻ ലവൽ മീ പറയ്ക്കുമോ സാരാംശങ്ങളുടെ എണ്ണത്താൽ വേർതിരിക്കപ്പെടുവാൻ പാടില്ലാത്ത 3 വിശുദ്ധ അഗ്നൂമകളായി എണ്ണത്തിനതീതമല്ലാത്ത ഏക സാരാംശമായി തന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും ഒന്നിച്ച് സ്ഥിതി ചെയ്തുകൊണ്ട് കന്യകയുടെ വിശുദ്ധമായ മടിയിൽ നിന്ന് ഉദയം ചെയ്തവനും സ്വയംഭൂവും പിതാവിന്റെ ഏകജാതനുമായ ശിശുവേ, നിനക്ക് സ്തുതി. ഇന്ന് ഉദയം ചെയ്ത ശ്രേഷ്ഠ ശിശുവായ നിന്നെ പുണ്യവാന്മാർ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ മുഖാന്തരം മുൻകൂട്ടി സൂചിപ്പിച്ചു. നീതിമാന്മാർ ഉപമകളാ നിന്നെ കുറിച്ച് ഉദ്ഘോഷിച്ചു. സകല ദീർഘദർശിമാരും തങ്ങളുടെ വെളിപാടുകൾ വഴി നിന്റെ അദൃശ്യതയെക്കുറിച്ച് അറിയിച്ചു.
അറിയിപ്പുകാരെല്ലാവരും തങ്ങളുടെ ശബ്ദങ്ങളാൽ നിന്റെ നിത്യതയെ വെളിപ്പെടുത്തി. വിശുദ്ധ കന്യകയിൽ നിന്നുള്ള നിന്റെ മാനുഷിക ജനനത്തെ അവർ ആത്മീയ നയനങ്ങളാൽ മുൻകൂട്ടി കാണുകയും ചെയ്തു. അദൃശ്യ ശിശുവായ നിന്നെ മുട്ടാടിനെ വഹിച്ച വൃക്ഷം മുഖാന്തരം വംശത്തലവനായ അബ്രഹാം മുൻകൂട്ടി ദൃഷ്ടാന്തപ്പെടുത്തി. ഇന്ന് ഞങ്ങൾക്കായി ഉദിച്ച വിസ്മീനിയ ശിശുവായ നിന്നെ അവന്റെ ജന്മദിനം കാണുവാൻ വിജാതിയർ പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ തലവനായ യാക്കോബ് മുൻകൂട്ടി സൂചിപ്പിച്ചു. എന്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു എന്നെനിക്കറിയാം, അവസാനം ഭൂമിയിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞുകൊണ്ട് നീതിമാനും പുണ്യവാനുമായ ഇയ്യോബ് ഈ അത്ഭുത ശിശുവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചു. വിശുദ്ധ കന്യകയുടെ ഗർഭത്തിൽ വസിച്ചിട്ടും അതിന് ന്യൂനത സംഭവിക്കാതിരുന്ന ദിവ്യാഗ്നിയാകുന്ന ഈ മഹനീയ ശിശുവിനെ മുൾപ്പടർപ്പിൽ വസിച്ച് ജ്വലിച്ചിട്ടും അത് ദഹിച്ചു പോകാതിരുന്ന അഗ്നിയിൽ മോശ ദർശിച്ചു. വിശുദ്ധ കന്യകയിൽ നിന്ന് ഉദയം ചെയ്തവനും അലംഘ്യമായ അധികാരമുള്ളവനും അനശ്വരമായ രാജ്യത്വമുള്ളവനുമായ ഈ പരിശുദ്ധ ശിശുവിനെ കുറിച്ച് ആമോസിന്റെ പുത്രൻ മുൻകൂട്ടി വെളിപ്പെടുത്തി. ദീർഘദർശി ഈ അദൃശ്യ ശിശുവിനെ 4 മുഖങ്ങളുള്ള രഥത്തിന്മേൽ മുൻകൂട്ടി ദർശിച്ചിട്ട് ജഡീകമായി ഇവൻ ലോകത്തിന് പ്രത്യക്ഷനാകുമെന്ന് അവനെ കുറിച്ച് പ്രസംഗിച്ചു. ഏശായ ദീർഘദർശി ഈ വിശുശിശുവിനെ ദർശിച്ചിട്ട് ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവവും മനുഷ്യനുമാകിയാൽ അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും എന്ന് അട്ടഹസിച്ചു. വിശുദ്ധ കന്യകയാന്ന രോമക്കെട്ടിന്മേൽ മഴ പോലെ അവൻ ഇറങ്ങുമെന്നും മാത്രമല്ല നീ എന്റെ പുത്രനാകുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദാവീദ് ഈ വിസ്മയനീയ ശിശുവിനെ കുറിച്ച് പാടി. കർത്താവ് ദാവീദിന് ഒരു കിരണത്തെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓമന ശിശുവിനെ കുറിച്ച് യെരമ്യാ വെളിപ്പെടുത്തി. ഈ കൃപാലുവായ ശിശുവിനെ ദാനിയേൽ ദർശിച്ചിട്ട് കൈകൾ കൂടാതെ വെട്ടപ്പെട്ട ശില എന്ന് വിളിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സ്ത്രീകളെ നീ അനുഗ്രഹീതയാകുന്നു, സകല സൃഷ്ടികളുടെയും രക്ഷിതാവ് നിന്നിൽ നിന്നുദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യശിശുവിനെ കുറിച്ച് മാലാഖമാരുടെ തലവനായ ഗബ്രിയേൽ ദാവീദ് പുത്രിയായ കന്യകയോട് അറിയിച്ചു. പരാക്രമിയായ ഈ ശിശുവിനെ ബേത്ലഹേമിൽ വെച്ച് ഈ റേന്മാർ ആത്മീയ കീർത്തനങ്ങൾ ആസ്വദിക്കുകയും ദാവീദിന്റെ പട്ടണത്തിൽ മെശിഹ കർത്താവെന്ന രക്ഷകൻ ജാതനായിരിക്കുന്നതിനാൽ മഹോന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, താഴെ അഗാധങ്ങളിൽ സമാധാനമെന്ന് നവീന ശബ്ദങ്ങളിൽ കാഹളധ്വനികളോടുകൂടെ അവർ അട്ടഹസിക്കുകയും ചെയ്തു. ഈ അത്ഭുത ശിശുവിനെ ഇടയന്മാർ കണ്ടിട്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും കാഴ്ചകൾ അർപ്പിച്ച് വന്ദിക്കുകയും ചെയ്തു. രക്ഷാകരമായ ഈ ശിശുവിനെ കുറിച്ച് സകല ഭാഗങ്ങളിലും അതിർത്തികളിലും നക്ഷത്രം ഉദ്ഘോഷിച്ചിട്ട് അവനെ വന്ദിക്കുവാനായി മെഗോഷ്യന്മാരെ ആകർഷിക്കുകയും അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് തങ്ങളുടെ ദേശങ്ങളിലെ ഉത്തമ ദ്രവ്യങ്ങൾ അവന് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു. അവർ കൊണ്ടുവന്ന് സമർപ്പിച്ച സ്വർണം, മൂര്, കുന്തിരിക്കം എന്നിവയാൽ അവന്റെ ദൈവത്വത്തെയും രാജ്യത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ആ കാഴ്ചകൾ അംഗീകരിക്കുവാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നെ വിട്ടയക്കണമേ, ഇനി ഞാൻ പോയി വിശ്രമിച്ചു കൊള്ളട്ടെ, നിന്റെ മഹാകരുണയെ എന്റെ കണ്ണുകൾ ദർശിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധനായ ശമൂവേൽ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് തന്നെ പിരിച്ചയക്കുവാൻ ഈ ദൈവിക ശിശുവിനോട് അപേക്ഷിച്ചു. ന്യായപ്രമാണത്തിൽ സൂചിപ്പിക്കുകയും ദീർഘദർശിമാർ അറിയിക്കുകയും ചെയ്തിരുന്നവയെല്ലാം ഇന്ന് സംഭവിച്ചു. മുൾപ്പടർപ്പിൽ ജ്വലിച്ചിരുന്നവൻ ഇന്ന് കന്യകയിൽ നിന്ന് ഉദിച്ചു. രോമക്കെട്ടിന്മേൽ മഞ്ഞുതുള്ളി പോലെ തന്റെ രഹസ്യത്തെ സൂചിപ്പിച്ചവൻ ഇന്ന് ഉദയം ചെയ്തു. ദക്ഷിണദേശത്ത് നിന്ന് വരുന്നുവെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നവൻ ഇന്ന് പ്രത്യക്ഷനായി. വലതുവശത്തിരിക്കുന്ന പുത്രൻ എന്ന് ദാവീദിനാൽ വിളിക്കപ്പെട്ടവൻ ഇന്ന് ജനിച്ചു. ഇന്ന് ആശ്വാസവൃഷ്ടി ചൊരിയുകയും ഗുഹയിൽ പുല്ലുകിളർക്കുകയും ചെയ്തു. ഇന്ന് വടി പ്രത്യക്ഷപ്പെടുകയും ഈശായുടെ കുറ്റിയിൽ നിന്ന് മുളയുണ്ടാകുകയും ചെയ്തു. ഇന്ന് നമുക്കായി ഒരു ശിശു ജാതനായിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ലോകൈകവീരനെ ഇന്ന് കന്യക പ്രസവിക്കുകയും അവന്റെ നാമം അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ദൈവം ഭൂമിയിൽ ഉദയം ചെയ്ത് ലോകത്തെ അതിന്റെ അതിർത്തികളോളം പ്രകാശിപ്പിച്ചു.
ഇന്ന് ഈ യഹൂദിലെ ബേത്ലഹേമിൽ നിന്ന് ജീവന്റെ അപ്പം ആവിർഭവിച്ചു. ഇന്ന് വാതിലും അതിൽ കൂടെ പ്രവേശിക്കുന്ന കർത്താവും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ദൃഷ്ടാന്തങ്ങൾ നിറവേറി. സ്വർഗീയ ബോധങ്ങൾക്ക് സ്പർശിച്ചുകൂടാത്തവനെ കൈകൾ സ്പർശിച്ചു. യാതൊരു മാലാഖയുടെയും ഇന്ദ്രിയങ്ങൾ കണ്ടിട്ടില്ലാത്തവനെ ഇന്ന് കൈവിരലുകൾ ഗ്രഹിച്ചു. ക്രൂബേന്മാരാൽ ഗ്രഹിക്കപ്പെടുന്നവൻ ഇന്ന് കാൽമുട്ടുകളിൽ വഹിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ ഉദരത്തിൽ നിന്ന് യോഹന്നാനെ എന്ന പോലെ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് എന്ന പോലെ ഞങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ജഡപ്രകാരമുള്ള നിന്റെ മഹനീയ ജന്മദിനം ആഘോഷിക്കുവാൻ അർഹരായി ഭവിച്ചിരിക്കുന്ന ബലഹീനരും പാപികളുമായി ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെ കൂടെ നിന്നെ സ്തുതിപ്പാനും പുണ്യവാന്മാരോടുകൂടെ നിന്നെ പുകഴ്ത്തുവാനും ദീർഘദർശിമാരോടുകൂടെ സ്തോത്രം ചെയ്യുവാനും സ്ലേഹന്മാരോടുകൂടെ നിന്നിൽ ആനന്ദിക്കുവാനും ആത്മീയരായ സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിനക്ക് കാഹളമോതുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ സകല പാപങ്ങളുടെയും പരിഹാരത്തിനും സകല നിയമലംഘനങ്ങളുടെയും മോചനത്തിനും സകല മാലിന്യങ്ങളുടെ നിർമ്മലീകരണത്തിനും സകല കറകളുടെയും ശുദ്ധീകരണത്തിനും ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. നിന്റെ കൃപയ്ക്കുതകത്തക്കവണ്ണം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾക്കനുസരണമായി ഞങ്ങൾക്ക് പ്രതിഫലം നൽകരുതേ. നിന്റെ ശരണത്തിൽ നിദ്രയടഞ്ഞവരും നിന്റെ വെളിപാടിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമായ വിശ്വാസികളായ സകല പരേതർക്കും കരുണയോടെ ആശ്വാസവും ശ്രേഷ്ഠവും സ്വർഗീയമായ ബലിപീഠത്തിന്മേൽ നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുലസ്ബാലവൽമീൻ ബാറയ്ക്കുമോ. ദൈവത്തിൽ നാടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമീൻ. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചോരാചര്യത്തിൻ ശിശുധന്യൻ ആംഗ്യത്താലുലകം വാഴ്വാൻ ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശുപോൽ ചാഞ്ചാടി വചനം നരനുപദേശിച്ചോൻ ശിശുപോൽ മൂകത പൂകുന്നു. സ്തുത്യന്തദ്വിനയം കൃപകൾ തൻ ഉന്നതിയെ നീ കൈവിട്ടു മറിയം നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ ശ്രേഷ്ഠതയെ താഴ്ത്തി ബാറയ്ക്കുമോ. ഭോല ഭോല പ്രവൽ റുഹു കദീശോ പങ്ങേലാളിപ്പോ തായ മറിയാമോദീപ്പോ സ്വർഗീയം സൈന്യം താണോ ഭൂവാസികളെ പ്രാപിച്ചു. ഇറരും ദർശിക്കാത്തൊരു നിന്മാനത്തെ പാരിൽ ദർശിച്ചാർ ശിശുവായോ നീ പുൽക്കൂട്ടിൽ മരുവീടുന്നതു കണ്ടാറേ. നിൻ ബഹുമാന്യതയെ സ്തുതിപാടി പാദം കൂപ്പി കാഹളനാദത്താൽ നിൻ മഹാത്മ്യം ദർശിപ്പാൻ അർഹത നേടിയ മർത്യർക്കേകി സൗഭാഗ്യം. മെൻവോലം വാദാമൽ വോലം വൽമീനാമീരുദ്ധാരമതില്ലാകിൽ സഹദേർ വാദമെന്തീന്നേറ്റു പരലോകനാസ്തിയതെങ്കിൽ
നല്ലോരെന്തിനു പോരാടി പുനരുത്ഥാനം കളവെങ്കിൽ മശിഹാമൃതരീന്നെഴുന്നേറ്റിട്ടില്ല. മൃതരേ നന്ദനനെ നോക്കി ദൈവത്തിൻ ജീവാരവം ജീവൻ പോയോർ കേൾക്കുമ്പോൾ കബറുകൾ പൊളിയും സ്വാഗതമവനേകാൻ അവരെത്തിടുമെന്നാദൂതിൽ ചൊല്ലിയ വാക്കിൻ ശരണം പരമാർത്ഥം ന്യൂനം. മറയ്ക്കുമോ പിതാവാം ദൈവത്തിന്റെ മഹനീയ മനസ്സിനെ ഉത്കൃഷ്ടജ്ഞാനമാകുന്ന സുഗന്ധവാക്കിയായ വിശുദ്ധ പുഷ്പമേ നിനക്ക് സ്തുതി. പാപത്താൽ അഴുകിയിരുന്ന ഞങ്ങളെ വിശുദ്ധമായ നിന്റെ ഘ്രാണത്തിന്റെ പരിമളവാസനയാൽ ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടി അനുഗ്രഹീതയായ മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് നീ സൃഷ്ടിയിൽ മുളച്ചു വന്നു. കർത്താവേ, ദയവുള്ള നിന്റെ കർത്തൃത്വത്തിന് ഞങ്ങളുടെ ദുർബല ഹസ്തങ്ങളാ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ധൂപത്തെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവവുമേ, മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയുടെ സൗരഭ്യകരവും അദൃശ്യവുമായ ഭംഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ പ്രാപ്തമായ ആത്മീയവും പ്രകാശിതവുമായ ദിവ്യജ്ഞാനം ഞങ്ങൾക്ക് സമ്പാദ്യമായി നൽകണമേ. വറയ്ക്കുമോർ മോറാൻ വാലോഹാൻ ലവൽ മീ വർണ്ണിപ്പാൻ ബേദലഹേമിൽ എന്നുളവായ മഹാചര്യം കണ്ടുബുധന്മാർ വിസ്മിതരായി ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കീറത്തുണിയിൽ മേവുന്നു കാഴ്ചയിലവനെളിയോനെന്നാൽ ഭ്രമമാഗ്നേയർക്കേറ്റുന്നോൻ മാനവജന്മം പൂണ്ടോനാം ദൈവതനോജനിവൻ സത്യ ബറവൽ റൂഹു കാദിശ ഘോഷിതമായി സുതജനനം ബേതലഹേമിൽ ആകർഷിച്ച സുവിശേഷം സരണിബുധന്മാർക്കെളുതാക്കി കൈത്താരിൽ കാണിക്കകളും ഹൃത്തിൽ വിശ്വാസവുമേന്തി ഗുഹയിൽ പോകി സൃഷ്ടിയതിൽ ധരണിതലത്തിൽ സീമ വരെ പ്രഭവിച്ചിടൂ മസിഹായ ദുരിത വിമോചകനെ കൂപ്പി മെൻവോലം വാദാവൽ വോലം വൽമീനാമി വർഷിക്കട്ടെ താതനയച്ചീട്ടാബാബേ തീച്ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവ പനിനീര മൃതിലോകത്താതുരമേറൂ ഭവനങ്ങളിൽ മരുവുന്നോരിൽ നിന്നഭയത്തിൽ നിദ്രിതരാം ദാസന്മാർത്തൻ പിഴപോക്കി അവകാശം നൽകിടേണം
ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഘോഷിക്കുന്ന പ്രഖ്യാപകനായ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമെന്ന ശരീരം ധരിച്ച ജീവനുള്ള അവനും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വാസ്യങ്ങൾ ഏറ്റുപറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടെയായിരുന്നു, അവൻ മുഖാന്തരം സർവവുമുണ്ടായി. ഉണ്ടായവെന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളതിനെ കീഴടക്കിയില്ല. ദൈവം അയച്ച ഒരാൾ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു, അത് അവൻ മുഖാന്തരം സകലരും വിശ്വസിക്കത്തക്ക വിധം പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാനായിരുന്നു. അവൻ പ്രകാശമായിരുന്നില്ല, പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കേണ്ടവനായിരുന്നു. ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു. അവൻ ലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ സ്വീകരിച്ചില്ല. അവനോ തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാക്കുവാൻ അവകാശം നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡാഭിലാഷത്തിൽ നിന്നോ പുരുഷേച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് അത്രേ. വചനം ശരീരിയായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ തേജസ് പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അവൻ കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെക്കുറിച്ചാണ്. എന്നാൽ ഇവൻ എന്നേക്കാൾ മുമ്പേ ഉള്ളവനാകുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവുമായിട്ട് യേശുമിശിഹാ മൂലം ഉണ്ടായി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെയും മടിയിലിരിക്കുന്ന ഏകനായ പുത്രൻ തന്നെയാണ് അവന് വെളിപ്പെടുത്തിയത്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഹാലേ
ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹാലേലുയ്യായോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോ. മെൻവോലം വാദാമൽ വോലം വൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേലായിസോൻ. നാഥാവകമിരുലോക നിന്നധികാരം താനേലും ശ്രീപായ ജീവിതരേഖ തൻപാൽ മുക്തി മൃതർക്കേക പാർക്കുമോ. സ്തോത്രം മൃതജീവ പ്രദനെ കബറേ നേറ്റിടും നോനേ നിൻ പ്രേഷകതാതനുമമലൻ റൂഹായ്ക്കും ഹാലേലൂയ. പാടിൻ 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 ഹാലേലൂയാട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ വന്നീക്ഷിപ്പിൻ വാനിൻ തേരിൽ വാഴുന്നോനെ പേറിയിടുന്നു കന്യക ചിത്രം. ഹസ്തതലത്തിൽ ഗബ്രിയേലും വൃന്ദവുമൊപ്പം വന്നിപ്പോരെ ഔസേപാദ്യന്മാർ പാണികളിൽ കൊണ്ടാടുന്നു സ്തോത്രം സ്വാരംബാലിൽ മഹാത്മ്യം തിങ്ങിടുന്നോരേ ഭൂവിൽ സ്ലോമോയാൽ മോദം ചേർത്തോനെ ജന്മത്താൽ ദോഷം വർഷിച്ചോനെ പ്രേഷകതാത പാവനരൂഹ നിത്യം സ്തോത്രം. പാടിൻ 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 ഹാലേലൂയ. ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ. ശുദ്ധന്യേ ആലോഹമോ ശുദ്ധന്യേ ബലവാനേ ക്രൂശറ്റോനെ മൃതിഹീന പരിശുദ്ധനീ കൃപ ചെയ്തിടണമേ. ശുദ്ധൻ നീ ആലോമോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശേറ്റോനെ വൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. ശുദ്ധന്യേ ആലോഹമോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശറ്റോനെ മൃതിഹീന പരിശുദ്ധനീ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ.
നൽകണമേ. നാഥകനിവാൽ കൃപ ചെയ്യുക. നാഥകർമ്മവുമാർത്തനകളുമേറ്റിട്ടവയാൽ കൃപ ചെയ്തിടേണമേ. സ്തോത്രം തേ ദേവേശ, സ്തോത്രം തേ സ്രഷ്ടാവേ. സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിട. മശിഹാരാജാവേ ഭാവയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞറിയവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാനടിയാരോട് കരുണയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. വാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മനില തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമേൻ. പറഞ്ഞറിയവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ വർത്തവറിയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ജ്ഞാനം ചൂന്നൻ പാപത്താൽ ശുദ്ധക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കോത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ. രക്ഷിച്ചെന്നെ നരകത്തി നേകുകവാസ തിരുഹിതമാസ്ഥാനെ ബാറയ്ക്കുമോ ഭോല ബോല പ്രവൽ റൂഹ് കദിശോ മൂലം വാദാമൽ മൂലം മീനാമീൻ. സ്തുതി അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും. രാജാവാമീശോ പാതകിയാം ഞാനർത്ഥിപ്പു നൽവാരദാനത്താൽ മോദം നൽകുക ഭാവുക താതാവേ. തീരണമേ ഞാൻ നിന്നോട് കിന്നരമായി
മുറിയോറാകെ മേലൈനു ആധാരായി. പാപം ചെയ്തോരോടാർദ്രതയുള്ളോരെ അൻപുണ്ടാകണമേ നിൻ വീതി ദിവസത്തിൽ. ആർത്തന്മാർ വാതിൽ മുട്ടുന്നു കൃപാലോ കരിമോടാർത്തനകൾക്കുത്തരമരുളണമേ. മാനവരാത്താദായാചിക്കുന്നടിയ ഈശുശ്രൂഷയേറ്റാദ്രത തോന്നേണം. മാനവതൻ നീശ മാനവതൻ ഗതി ശുശ്രൂഷയേറ്റാദ്രത തോന്നേണം. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ദൈവത്തിന്റെ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ മറിക്കുമോ ഞാൻ ആശ്രയിച്ചിരുന്ന ദൈവവും എന്റെ ശരണവും എന്റെ സങ്കേത സ്ഥലവും ഇന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വ്യർത്ഥത്തിന്റെ കിണിയിൽ നിന്ന് വെറുതെ സംസാരത്തിൽ നിന്നെ വീണ്ടുകൊള്ളു. അവനവന്റെ തോലുകൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പിറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടി സഞ്ചരിക്കുന്ന വജ്രത്തിൽ നിന്നും ഉച്ചയിലുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലത് ഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവൻ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണോട് കൊണ്ട് തന്നെ കാണുക മാത്രം ചെയ്യും. ദോഷന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തവാസന ഉയരങ്ങളിൽ ആക്കിയിരിക്കുന്ന നിന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിനെ സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സകല വഴി നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്കിടർച്ച ഉണ്ടാകാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലിൽ നീ ചവിട്ടും. സിംഹത്തെയും പെരുമാൻ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശഭൂമി കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിൽ പോകാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാൽക്കാൻ ഉറക്കം തോന്നുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാർ ഉറക്കം തോന്നുന്നില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാൽക്കാൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലുതയുണ്ട് നിനക്ക് നല്ലിടും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് ദോഷനെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുവരെന്നേക്കും കാത്തോളും. ദൈവമേ യോഗ്യമാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മഹോന്നതനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചുവടും നിൻകീഴിൽ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്ഥലവും കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൻ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് ഞങ്ങളുടെ അക്ഷരമായ ശംശീഹ നിരപതരപ്പെട്ട സന്ധ്യയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിലേക്ക് നോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ലോകങ്ങളും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ മറിച്ച് എന്റെ കൃപ ഞങ്ങളുടെ മുകളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാ ദുഷ്ടനെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ചെയ്തോടിക്കുന്ന ആളൊക്കെ എന്റെ വലത്തയുടെ മേലെ ആവസിപ്പിക്കണമേ. എന്നിട്ട് സമാധാനം ഞങ്ങളിൽ വാഴ്മാറാകണമേ. അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണരക്ഷയും ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ചവരെയാവിന്റെ സകലവരസന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കണക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താനുമാൻ തൽസാനേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താനുമാൻ തൽസാനേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താനുമാൻ തൽസാനേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധി മാത്രമേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. വിശുദ്ധി മാത്രമേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധി മാത്രമേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധി മാത്രമുള്ളവരാകുന്നു. വിശുദ്ധി മാത്രമുള്ളവരാകുന്നു. വിശുദ്ധി മാത്രമുള്ളവരും നാമേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രോഷം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരിയോവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിന്റെ കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിരുദര ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നിവർത്തവറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സാലോദാനുഹാദരമായി നിർമ്മിച്ചവനും മനുഷ്യരായ രക്ഷിക്കും വേണ്ടി മനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി ദൈവമാതാവായ മറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ വലത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെ വിധിപ്പാൻ തന്റെ വലിയ മോദത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാർ ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചിരുന്നു ജീവന വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സൗമൻ കാലോസ് കുറിയേലായി സോൻ. നിന്നാസ്തിയുടെ രാജമകൾ ഹാലേലൂയ ലൂയാ നിൻവലമായ രാജഭാമിനിയോ നിന്നടകരജൻ മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയാ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും പാർക്കുമോ പോലെ പ്രവൽ റൂഹ് കാദീശോ പോലം വാദാമൊൽ പോലം ഒൽമീനമീ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേക സുതേന്ദ്രക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണേക്കേണം സ്തൗമൻ കാലോസ് കുറിയേലായി സ്വീകരണം നേടി ദൈവത്തിൻ മാതാവാണിക്ഷിതി ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തിക്ഷേപങ്ങൾ സഭയിലുമേങ്ങും വാണിടാനേകാത്മജനോടഭ്യർത്ഥിക്കേണമേ പാർക്കുമോർ പോലെ പറവൽ റൂഹ് കാദീശോ ശ്രാപികൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ ആദാമ്യരെ സാത്താൻ പ്രദീപതന്നടിമയിൽ നിന്നേറ്റിടുവാൻ മെയ്യേ തിയവീരാസ്തോത്രം നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്ഥിക്കാം. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോർ. മെൻ ഓലം വാദാമൊൽ പോലം ഒൽമീനമീൻ. ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തൗമൻ കാലോ സുറിയേലായി സോൻ. ആടുകളെ മോശെ പോൽത്ര കൈവാഴ്ത്തേണം പാർക്കുമോർ. നിന്നെ വരിച്ചൊരു താതനും മോർബാസേലിയോസ് ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം
നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹേന്മേലൈനുവാദ പരിശുദ്ധന്മാരെ നിങ്ങൾ പിങ്കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീട ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലുയ ഹാലേ ലുയാ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂല ന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയൗഹാലേ ലൂയ എന്നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ പോലെ ബ്രോവൽ റൂഹു കാദീശം വാദാമൊൽവോലം ഒൽമീനാമി യുദ്ധ്യാബേസ്കുദിശാസ്വശി പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം സ്തൗമൻ കാലോസ് കുറിയേലായി മലാമത് ബഹായിൽ കർത്തൃസ്നേഹ ശുശ്രൂഷിച്ചോരം വൈദികരിപ്പിൻ ചെല്ലും വൻ ഈറേന്മാർ ദേവാകാരെ ബാർക്കുമോ പോലെ ബ്രോവൽ റൂഹു കാദീശോ ഭംഗ്യ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ മുറിയോറാഹേന്മേലൈനുവാദാര ആചാര്യേശാംശികൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം. ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ സന്ധ്യാനമസ്കാര ശുശ്രൂഷ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിയിരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പരേതരായ വിശ്വാസ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസന കേൾക്കപ്പെടുന്നു അംഗീകരിക്കുന്നതുമായ തീരണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ചെയ്ത് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ശരണവുമേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ.